ഇപ്പോൾ നമുക്കറിയാം ആർസണൽ കഴിഞ്ഞ മത്സരത്തിൽ സമനിലയിൽ അവസാനിച്ചെങ്കിലും 5 പോയിന്റ് എന്നുള്ള ലീഡിൽ അവർക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണം തൊട്ടു പിന്നാലെ ഓടുന്നവർ പലപ്പോഴും ഇവരെക്കാൾ മുൻപ് വീഴുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നവംബറിൽ തൊട്ടു ബാക്കിലുണ്ടായിരുന്ന ചെൽസി ഡിസംബർ ആകുമ്പോഴേക്ക് പിന്നിലേക്ക് പിന്നിലേക്ക് ഇറങ്ങുന്നു. 2 പോയിന്റിൻ്റെ വ്യത്യാസത്തിലുണ്ടായിരുന്ന സിറ്റി 5 പോയിന്റ് പിന്നിലേക്ക് വീഴുന്നു. അൺബീറ്റൺ റണ്ണിലൂടെ വന്നുകൊണ്ടിരുന്ന ആസ്റ്റൺ വില്ല വീണ്ടും അവസാനം പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുന്നു. നമ്മൾ ഈ ഒരു അതായത് ബാക്കി ടീമുകൾ ഈ ഒരു പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുന്നത് ആർസണലിന് ഒരുപക്ഷെ ഗുണം ചെയ്യുന്നുണ്ട്. അവർ നല്ല ഫോമിൽ കളിക്കുന്നു, അവർ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുമ്പോൾ മറ്റൊരും പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുന്നു. ഇതൊരു പക്ഷേ നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു ട്രസ്റ്റ് ദ പ്രോസസ്, ഈ ഒരു പ്രോസസ്സിൻ്റെ വിന്നിലേക്കുള്ള ഒരു പോക്കാണോ? ഇനി ഒരു 17 മത്സരങ്ങളുണ്ട്. 17 മത്സരങ്ങൾ ഈ ഒരു 5 പോയിന്റിൻ്റെ വ്യത്യാസം മറികടക്കാൻ പറ്റുന്ന ഒരു പോയിന്റൊക്കെ തന്നെയാണ്. എങ്കിലും ബാക്കി ടീമുകളുടെ പെർഫോമൻസിന് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഇത് ആർസണലിനായിട്ടുള്ള ഒരു സീസണാണ്, ആർസണലിൽ കിരീടത്തിലേക്കുള്ള ഒരു സീസണാണെന്ന് പറയാൻ പറ്റുമോ? ഇന്നലത്തെ മത്സരത്തിന് നമുക്ക് തുടങ്ങാം. അതായത് ഇന്നലത്തെ മത്സരത്തിൽ സമനിലയാണ്. ലിവർപൂളിൻ്റെ അത്രയും മോശം സമയത്തും ജയിക്കാൻ പറ്റിയില്ല. പക്ഷെ ഈ ഒരു അവസ്ഥയിൽ ആ ഒരു പോയിന്റ് ഓക്കെയാണ്. കാരണം ബാക്കിയുള്ള ടീമുകൾ സ്ട്രഗിൾ ചെയ്യാണ്. അത് കാരണം ആഴ്സണൽ ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു സീസണിൽ ആഴ്സണൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. നല്ല കോമ്പാക്റ്റായിട്ട് നല്ല സ്ട്രക്ചേർഡായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് ചെറുതായിട്ട് ഗോളുകളും കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ ദേ ആർ ഗെറ്റിംഗ് ദ പോയിൻറ്റ്സ്. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ആ പോയിൻറ്റ്സ് ലഭിക്കുന്നതിൻ്റെ ഒപ്പം കുറച്ച് ലക്ക് ഫാക്ടർ വേണം. എനിക്ക് തോന്നുന്നുണ്ട് ഈ സീസണിലെ കുറച്ച് ലക്ക് ഫാക്ടറാണ് ഇപ്പോൾ ആഴ്സണലിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സിറ്റിയുടെ 3 സമനിലകൾ, ആസ്റ്റൺ വില്ലയും വീഴാൻ പോകുന്നു, അതുപോലെ മുൻ ചാമ്പ്യന്മാർ ലിവർപൂളും അവരൊരു ട്രാൻസിഷൻ സ്റ്റേജിലാണ്. അത് എനിക്ക് തോന്നുന്നത് ഈ സീസൺ വിൽ ബി ആഴ്സണൽ സീസൺ. ലാസ്റ്റ്ലി ഒരു ട്രാൻസ്ഫേഴ്സ് ജനുവരിയാണ്, ട്രാൻസ്ഫറുകളാണ്. ആർസണലിൽ കാര്യമായ ട്രാൻസ്ഫർ ഒന്നും ട്രൈ വേണ്ടല്ലോ. അവർക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് സ്ക്വാഡ്സ് ആണ്. ഇന്നലെ സ്ക്വാഡ് ഡെപ്തിൻ്റെ കേസ് പറയാൻ മറന്നു. അതായത് ലിവർപൂൾ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ പോലും ചെയ്തില്ല. പക്ഷെ ആഴ്സണലിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ എസെ വരുന്നു, മാർട്ടിനെല്ലി വരുന്നു. അപ്പോൾ അങ്ങനെ പ്ലെയേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ബെഞ്ചിൽ നിന്ന്. ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. പക്ഷെ ബെഞ്ചിൽ നിന്ന് ഇങ്ങനെ പ്ലെയേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ടൈറ്റിൽ വിന്നിങ് ടീമിന് അവർക്ക് നല്ലൊരു സ്ക്വാഡ് ഉണ്ടാവുക, അതിനെ ഇഞ്ചുറി ഫ്രീ ആയിട്ട് നിൽക്കുക എന്നുള്ളതൊക്കെ ഭയങ്കര വലിയ കാര്യങ്ങളാണ്. അതിൽ ഈ പ്രാവശ്യം ആഴ്സണൽ കറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, നല്ല പെർഫോമൻസും കാഴ്ചവെക്കുന്നുണ്ട്. സോ പറഞ്ഞ പോലെ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്തൊരു ടീമായിരിക്കും ആഴ്സണൽ. അപ്പോൾ ഇനി ജനുവരിയിൽ ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നൊരു ടീം ഒരു പക്ഷേ സിറ്റി ആയിരിക്കും. അവർ കഴിഞ്ഞ ട്രാൻസ്ഫർ വിൻഡോയിൽ എടുത്ത പ്ലേയേഴ്സൊക്കെ ഭയങ്കര ഇമ്പാക്റ്റ്ഫുൾ ആയിരുന്നു. ഷെർക്കി, റെയിൻഡിയേഴ്സ്, എയ്റ്റ് നൗറി കൊണ്ടുവന്ന പ്ലേയേഴ്സൊക്കെ ഭയങ്കര ഇമ്പാക്റ്റ്ഫുള്ളായി. അതിൻ്റെ കൂട്ടത്തിൽ അവർ ഒരു ആഡ് ഓൺ ആയിട്ട് സെമിനിയോയെ കൂടി കൊണ്ടുവരാൻ പോവുകയാണ്. അത് അറ്റാക്ക് ഓൾറെഡി സ്ട്രെങ്ത് ആണ്. ഷെർക്കി ആയാലും ഫോമിലാണ്. ഹാലൻഡായിട്ട് ഭയങ്കര റാപ്പുള്ളൊരു ഒരു കോമ്പിനേഷൻ അവർ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഡോക്കു ഉണ്ട്, ബെർണാഡോ സിൽവ കളിക്കുന്നുണ്ട്, ഒരുപാട് പ്ലെയേഴ്സ് അവിടെ ഓപ്ഷൻസ് ഉണ്ട്. ഈ ഒരു സ്ക്വാഡിലേക്ക് സെമിനിയും കൂടി വരുമ്പോൾ എവിടെ ഫിറ്റാവും? എവിടെ ഫിറ്റാവും ഞാൻ പറയട്ടെ, ഈ ഗോൾസിൻ്റെ എണ്ണം ഇപ്രാവശ്യം ഹാലൻഡ് കളിച്ചില്ലെങ്കിൽ സിറ്റി കളിക്കുന്നില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. അപ്പോൾ കഴിഞ്ഞ 3 മത്സരങ്ങളിൽ നോക്കിയാലും മനസ്സിലാവും, ആകെ ഒരു ഗോൾ അങ്ങോട്ട് ഹാലൻഡ് അടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഹാലൻഡിനെ പൂട്ടിയോ സിറ്റിയെ പൂട്ടിയോ എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ, അതിനൊരു ഉത്തരമായിരിക്കും സെമിന്യോ ഗോൾസ് കൊണ്ടുവരും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ മുന്നത്തെ ഇതുപോലത്തെ വിങ്ങേഴ്സ് വന്നിട്ടുള്ള എക്സ്പീരിയൻസുകളും അത്ര നല്ലതല്ല. ഇപ്പോൾ ഗ്രിലിഷ് വരുമ്പോഴും ഒക്കെ എങ്ങനെയായിരുന്നു അത് മാറിയെന്നുള്ളതൊക്കെ നമുക്കറിയാം. പക്ഷേ സെമിന്യോ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു സെമിന്യോ വിൽ ബി വൺ ഓഫ് ദർ കീ പ്ലെയേഴ്സ്. ഈ ഒരു ടൈറ്റിൽ ചാർജിൽ ഇനി സിറ്റിക്ക് തിരിച്ച് വരണമെങ്കിൽ സെമിന്യോയുടെ ബൂട്ടുകളിൽ നിന്ന് ഗോളുകൾ വരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഹാലൻഡ് മാത്രം ഒരു പ്ലെയർ മാത്രം അടിച്ചാൽ പോരല്ലോ. ഇപ്പോൾ ഈ ആഴ്സണലിൻ്റെ കേസ് പറയുമ്പോൾ ആഴ്സണലിൻ്റെ ഗോൾസ് ഭയങ്കര സ്പ്രെഡ് ഔട്ടാണ്. ആ ടീമിലെ കുറേ മെമ്പേഴ്സ് ആയിട്ട് അത് സ്പ്രെഡ് ഔട്ടാണ്. അതുകൊണ്ടാണ് ആഴ്സണൽ ഈ ഒരു ലെവലിൽ നിൽക്കുന്നത്. പക്ഷേ സിറ്റിയുടെ ഗോളിൽ ഇത്രയും പെർസെൻറ്റേജ് ഹാലൻഡാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്ഥാനത്തേക്ക് സെമിന്യോൻ്റെ ഗോൾസും കൂടിയും വരുവാണെങ്കിൽ, സിറ്റിക്ക് ഇനി തിരിച്ചു വരവ് ഉണ്ടെങ്കിൽ സെമിന്യോയുടെ ഗോൾസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. പിന്നെ വേറൊരു സംഭവം പറയുന്നത്, ലിവർപൂൾ കഴിഞ്ഞ ട്രാൻസ്ഫർ വിൻഡോയിൽ ഗ്വേഹിയെ എത്തിയില്ല എന്നുള്ള രീതിയിൽ നിർത്തിയ ഗ്വേഹിയെ സിറ്റി കൊണ്ടുപോകുമെന്നുള്ളൊരു റൂമറും കണ്ടിരുന്നു. അതായത് സിറ്റിക്ക് പെട്ടെന്ന് 2 ഇഞ്ചുറീസ് വന്നു, ഗോഡിയോളും അതേപോലെ റുബൻ ഡൈസും ഇഞ്ചുറി ആയി. അപ്പോൾ അതിന് പകരക്കാരനായിട്ട് മാർക്ക് വേഹി കൊണ്ടുവരും. കാരണം ഹൂ വുഡ് നെവർ വാണ്ട് ടു പ്ലേ അണ്ടർ പെപ് ഗോഡിയോള.
പെപ് ഗോർഡിയോള ഫാക്ടർ അവിടെ ഉള്ളപ്പോൾ അട്രാക്ട് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. പിന്നെ കാശിൻ്റെ കാര്യം അവരിലുണ്ടല്ലോ. സോ എനിക്ക് തോന്നുന്നത് ആ ഒരു ട്രാൻസ്ഫറും കൂടി ആയ ഭയങ്കര നല്ല ടീമായിരിക്കും സിറ്റിക്ക് ഒരു തിരിച്ചു വരാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ഈ 2 പ്ലെയേഴ്സിനെ കൊണ്ടുവന്നാൽ അത് നല്ല സാധ്യത കൊണ്ടുവരും. അപ്പോൾ പ്രീമിയർ ലീഗ് നമുക്കറിയാം ഒരു യൂറോപ്പിലെ ഏറ്റവും ബെസ്റ്റ് ചാമ്പ്യൻഷിപ്പായിട്ട് നിലനിൽക്കുന്നത് ആരെയും തോൽപ്പിക്കാമെന്നുള്ള സിസ്റ്റം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ പ്രീമിയർ ലീഗിൽ ഒരുപക്ഷെ ഈ 5 പോയിൻറ്റിൻ്റെ ലീഡ് അത്ര വലിയൊരു ലീഡായിട്ട് നമുക്ക് പറയാനും പറ്റില്ല. എങ്കിലും നിലവിലെ ഫോമും നിലവിലെ ബാക്കി ടീമുകളുടെ പെർഫോമൻസും ആർസനൽ ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. ഇനി ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ കൂടുതൽ ശക്തി ആർജിച്ച് സിറ്റിയും ചെൽസിയും പോലുള്ള മറ്റു ടീമുകൾ ആർസനൽ ഒരു കോമ്പറ്റീഷൻ കൊടുക്കുമോ? കാത്തിരുന്നാണ്.